വേർതിരിക്കാം. തൻ്റെ ദിവ്യ സമാധാനം നമുക്ക് തന്ന് കലുഷിതമായ ലോകത്തിൽ സ്വസ്ഥതയോടും പ്രത്യാശയോടും പരിപാലിക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും അർപ്പിക്കുന്നു. ലോകത്തിന് തരുവാനും ലോകത്തിന് എടുക്കുവാനും കഴിയാത്ത സമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമ്മൾ വിവിധ വിഷയങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം ആ വിഷയങ്ങളിലൊക്കെ നീക്കുപോക്കുകൾ നൽകുമാറാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ദൈവിക സൗഖ്യം ദൈവം അവർക്ക് നൽകട്ടെ. വ്യക്തിപരമായ പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരും ജാഗരിക്കുന്നവരുമുണ്ട്. ദൈവം അവരുടെ വിഷയങ്ങൾക്കും മറുപടി കൽപ്പിക്കട്ടെ എന്ന ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മുടെ രാജ്യവും കടന്നു പോകുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാർ എന്ന നിലയിൽ രാജ്യത്തിനായിട്ടും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ദൈവം സമാധാനം നൽകട്ടെ. രാഷ്ട്രീയമായും സാമൂഹികമായും സാൻമാർഗികമായും ഒക്കെയുള്ള ഉന്നമനവും നമ്മുടെ രാജ്യത്ത് ദൈവം നൽകട്ടെ. അധപ്പതനങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ വിടുവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. രാജ്യ ഭരണാധിപന്മാർക്ക് ദൈവത്തിൻ്റെ നിത്യ പദ്ധതികളെ പൂർത്തീകരിക്കുന്നതിനായിട്ട് വേണ്ട ജ്ഞാനം പകരുകയും ദൈവം അതിനായിട്ട് അവരെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്കറിയാമല്ലോ, പ്രാർത്ഥിക്കുന്നവരാണ് ലോകത്തിൻ്റെ ഭരണചക്രത്തെ പോലും തിരിക്കുന്നതെന്ന്. നമുക്ക് ലോകത്തിൻ്റെ ഗതികളെ മാറ്റുവാനായിട്ട് സാധിക്കും. നാമും ദൈവവുമായിട്ട് അങ്ങനെയുള്ള ബന്ധമുണ്ടെങ്കിൽ നമുക്ക് തിരുഹൃദയം അറിയാൻ പറ്റും. ആ തിരുഹൃദയം അറിഞ്ഞ് അതിനനുസരിച്ച് നമുക്ക് ദൈവത്തോട് സഹകരിക്കുവാൻ പറ്റും. സ്തോത്രം. മനസ്സിലാക്കി കാണുമല്ലോ. നാം ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിയുവാനായിട്ട് സാധിക്കും. നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാത്തതാണ്. അതാണതിന് കാരണം. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച, അത് മിനിയാന്ന്, ചർച്ചിൽ ചിന്തിച്ച ഒരു ഭാഗം അതായിരുന്നു. അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളുടെ ഒരു പ്രധാനപ്പെട്ട, ജനിച്ചു വീണ ശിശുവിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് രക്ഷയിൽ വളരുക. വളർന്നില്ലെങ്കിൽ ദാസന്മാരിൽ നിന്ന് മക്കൾക്ക് അവകാശികളാണെങ്കിലും ഒരു വ്യത്യാസവുമില്ല. മാത്രമല്ല, പിതാവ് നിയമിച്ചാക്കുന്ന വേലക്കാർക്ക്, ദാസന്മാർക്ക് അടിമകളായിട്ട് കഴിയുകയും വേണം. അപ്പോൾ നമ്മൾ മക്കളെന്ന നിലയിൽ വളരുമ്പോൾ മാത്രമേ ദൈവം നമ്മുടെ അപ്പനാണെങ്കിലും ഹൃദയമെല്ലാം പങ്കുവെക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം മക്കളോട് അവരെ ശിശുക്കളോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളോ ആയിരിക്കുമ്പം ചില കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചാൽ പറയും, നിനക്കിപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അതൊക്കെ നീ വലുതാകുമ്പം പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും ഒന്നും കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും ചോദിക്കാനോ അറിയാനോ നമ്മൾ അനുവദിക്കാറില്ല. എന്തുകൊണ്ടാ? അവരുടെ വളർച്ച അത്രേ ആയിട്ടുള്ളൂ.
മാതാപിതാക്കൾ പോലും ചിലപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നിടത്ത് നിന്ന് മക്കളെ മാറ്റും. അതേസമയം അവർ ആ ഒരു പ്രായത്തിൽ പക്വതയിലെത്തിയാൽ അവരെയും കൂടെ വിളിച്ചിരുത്തി മാതാപിതാക്കൾ ഒരുമിച്ച് സംസാരിക്കും. നാമും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ നമ്മൾ ചോദിച്ചിട്ട് പോലും പല കാര്യങ്ങളും നമ്മോട് മിണ്ടുന്നില്ല. നമ്മൾ പിള്ളേരോട് പറയുന്നത് പോലെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്, ഇതൊന്നും അറിയാൻ നീ ഇതുവരെ പാകമായില്ല, പ്രായമായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കർത്താവിനോട് ആ ഒരു ബന്ധം പുലർത്തിയാൽ ദൈവഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ നമുക്കറിയാൻ പറ്റും. ദൈവഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ അറിയുക, ദൈവത്തിന്റെ നിത്യ പദ്ധതിയെ അറിയുക, അതിനനുസരിച്ച് നാം ദൈവത്തോട് സഹകരിക്കുക, ദൈവത്തിന് കീഴ്പ്പെടുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ നാം ദൈവിക പദ്ധതിയിൽ പങ്കാളികളായിത്തീരും. അതിന് കർത്താവ് നമുക്കെല്ലാവർക്കും കൃപയേകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പഠന വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-5-6 വാക്യങ്ങൾ ആസ്പദീകരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പഠനം തുടരുന്നത്. പ്രത്യേകിച്ച് അതിൽ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ന്യായവിധിയുടെ അവസ്ഥകൾ. വിവിധ ന്യായവിധികൾ ഉള്ളതായി നാം ദൈവവചനത്തിൽ നിന്ന് കണ്ടു. പ്രധാനമായും 5 ഭാവിപരമായ ന്യായവിധികൾ. അതിലാദ്യത്തേതാണ് നമ്മുടെ പഠന വിഷയം, വിശുദ്ധന്മാരുടെ ന്യായവിധി, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളുടെ ന്യായവിധി. ഇത് ശിക്ഷ വിധിക്കാനല്ല, അതുകൊണ്ട് ഇത് ശിക്ഷാവിധി അല്ല, പകരം പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. ഇറ്റ്സ് ജസ്റ്റ് ആൻ അസസ്മെന്റ് ഓഫ് അവർ വർക്ക്സ് ആഫ്റ്റർ അവർ സാൽവേഷൻ എക്സ്പീരിയൻസ്, ആഫ്റ്റർ അവർ റെക്കൺസിലിയേഷൻ വിത്ത് ഗാഡ്, assessing our works and rewarding accordingly. നമ്മുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നു ദൈവത്തിൻ്റെ നിത്യമായ പ്രമാണങ്ങൾക്കനുസരിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച്. ഓക്കെ, our works will be assessed primarily according to the word of God, God's eternal laws, statutes. ദൈവത്തിൻ്റെ നിത്യമായ പ്രമാണങ്ങൾ, വ്യവസ്ഥകൾ, ദൈവവചനം അനുസരിച്ച് നമ്മുടെ പ്രവർത്തികളെ ദൈവം വിലയിരുത്തും അഥവാ ന്യായം വിധിക്കും. 2, in accordance with the nature of God, the characteristics of God. ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തികളെ, നമ്മുടെ ജീവിതത്തെ ദൈവം വിലയിരുത്തും. How conforming was our lives to the very nature of our God. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തോട് നമ്മുടെ സ്വഭാവം, നമ്മുടെ ജീവിതം എന്തുമാത്രം താദാത്മ്യപ്പെടുന്നതായിരുന്നു. How reflecting and resembling was our lives and our deeds to that of God's nature. ദൈവ സ്വഭാവവുമായി നമ്മുടെ ജീവിതം എത്രമാത്രം പ്രതിബിംബിക്കുന്നതായിരുന്നു. സ്തോത്രം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവർത്തികളിലൂടെ എത്രമാത്രം നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നതായിരുന്നു.
അതിനനുസൃതമായി അത് ദൈവം വിലയിരുത്തും, അതിനനുസൃതമായി പ്രതിഫലം തരും. അതാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവൃത്തികളുടെ ന്യായവിധി. അല്ലെങ്കിൽ നാം അതിനെ പ്രത്യേകിച്ച് കണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചായിരുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ദ ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. നാം എപ്പോഴും കണക്ക് കൊടുക്കുവാൻ തയ്യാറായിരിക്കുക എന്ന കാര്യവും നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പം നമ്മുടെ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതും നമ്മൾ കണ്ടു, നമ്മുടെ പ്രവർത്തികളെ ന്യായം വിധിക്കുന്നതും നമ്മൾ കണ്ടു. രഹസ്യങ്ങൾക്കകത്ത് നാം കണ്ടു നമ്മുടെ ചിന്തകൾ, ആലോചനകൾ, ആഗ്രഹങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഉദ്ദേശങ്ങൾ, ദ ഡ്രൈവിംഗ് ഫോഴ്സ്, നാം ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പിൻപിലെ ചേതോവികാരം എന്താണ്, ഇവയെല്ലാം രഹസ്യങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, രഹസ്യമായി ചെയ്തതിനെ വെളിപ്പെടുത്തുകയും പരസ്യമായുള്ളതിനെ ഒരുമിച്ച് ചേർത്ത് വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം തന്നെ ഇതിനകത്ത് വരും. ബോത്ത് വാട്ട് വി ഡിഡ്, വാട്ട് വി ഡിഡ് നോട്ട്, നമ്മൾ ചെയ്തതും ചെയ്യാതിരുന്നതും ഈ അസസ്മെന്റിൽ വരും, ഈ വിലയിരുത്തലിൽ വരും. സ്തോത്രം. കേവലം നമ്മുടെ പ്രവർത്തികളല്ല, പ്രവർത്തികൾക്ക് പിൻപിലുള്ള ആ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ യഥാർത്ഥ മനോഭാവം എന്തായിരുന്നു. ഇപ്പൊ നമ്മൾ ചർച്ചിൽ പോയി, നമ്മിൽ പലരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാ. യോഗങ്ങൾക്ക് പോകുന്നു, കൂട്ടായ്മകൾ മുടക്കുന്നില്ല. യെസ്, ഓഫ് കോഴ്സ്, മോട്ടീവ്സ് ആൻഡ് പർപ്പസസ്. നമ്മൾ സ്തോത്രകാഴ്ചയിടുന്നു, കണക്ക് നോക്കാതെ ചിലപ്പോൾ 10% ദശാംശം കൊടുക്കുന്നു. നമ്മളോട് ചോദിക്കുന്നവർക്കൊക്കെ നന്മകൾ കൊടുക്കുന്നു. വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, മനസ്സലിവുള്ള ഹൃദയം നമുക്കുണ്ട്. ആരും അറിയാതെ തന്നെ നമ്മൾ പലരെ സഹായിക്കുന്നുണ്ട്. ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്നൊക്കെയുള്ള സംഗതികൾ. ചിലപ്പോൾ നമ്മൾ പാട്ട് പാടുന്നു, ബൈബിള് വായിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പിൻപിൽ അതിനൊക്കെയുള്ള പ്രേരക ഘടകം, മോട്ടീവ്സ്, പ്രേരക ഘടകം എന്തെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ഈവൻ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഇമോഷൻസിന്റെ കാര്യം, അന്നേരം അങ്ങ് പറഞ്ഞങ്ങ് വിട്ടെന്നേ ഉള്ളൂ. ഇമോഷൻ, വികാരങ്ങൾ എന്ന ഒരു ഭാഗം നമ്മൾ അങ്ങ് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. അതിനെ ഒന്നും കൂടെ വിലയിരുത്തിയാൽ, ലവ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇമോഷൻസ്. സ്നേഹം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ, ഈ പറയപ്പെട്ട നന്മകൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭായോഗങ്ങൾക്ക് പോകുന്നതും പ്രസംഗിക്കുന്നതും സുവിശേഷ വേല ചെയ്യുന്നതും
തുടങ്ങി സ്തോത്രകാഴ്ചയും ദശാംശവും കൊടുക്കുന്നതും പാട്ട് പാടുന്നതും തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള 1-2 പേരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ചർച്ചിലെ ഒരു ഇൻവെർട്ടർ കോമയിലാണ് വർഷിപ്പ് ലീഡറിനെ കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് വർഷിപ്പ് ലീഡിങ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അന്യഭാഷ പറഞ്ഞ് ഇരിക്കുന്നവരെ ഒക്കെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച് കൈ അടുപ്പിച്ച് വാ തുറപ്പിച്ച് ഒക്കെ ചെയ്യും. പക്ഷെ എല്ലാ ആഴ്ചയും അദ്ദേഹത്തിന് ലീഡിങ്ങിന് കിട്ടാറില്ല. അന്നേ ദിവസം അദ്ദേഹം ഏറ്റവും പുറകിൽ പോയി കുനിഞ്ഞൊരിരിപ്പിരിക്കും. അന്ന് കയ്യടിയോ കാര്യങ്ങളോ അന്യഭാഷയോ ഒന്നുമില്ല. അപ്പൊ ഈ മൈക്ക് കിട്ടിയ മാത്രമേ ഉള്ളൂ ഇത്. ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടിട്ടില്ലേ? പ്രസംഗിക്കാൻ അങ്ങോട്ട് കയറുന്ന സമയം മുതല് 120-ലും 140-ലുമാ. മെർക്കുറി 100-ന് മുകളിലാ. ഒരെണ്ണം മിണ്ടാതിരിക്കാൻ സമ്മതിക്കത്തില്ല, വായടച്ചിരിക്കാൻ സമ്മതിക്കത്തില്ല. പോരാ പോരാ എന്നാ പറയുന്നേ. എന്നാൽ ഇവര് തന്നെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ മറ്റൊരാൾ പ്രസംഗിക്കുകയോ ലീഡ് ചെയ്യുകയോ പാട്ടുപാടുകയോ ചെയ്താൽ ഞാൻ ഒത്തിരി പേരെ ശ്രദ്ധിക്കാറുണ്ട്. പ്രസംഗകരെ വായനക്കാറില്ല, കൈയടിക്കത്തില്ല. ചിലരൊക്കെയാണെങ്കിൽ അങ്ങേ അറ്റം വന്നാൽ ഇത്രയൊന്ന് പൊക്കും, ഇത്രയൊന്ന് പൊക്കിയാലായി. അതേസമയം അവര് പ്രസംഗിക്കാൻ കയറിയാൽ ഇതിലെയൊക്കെ സിൻസിയറിറ്റി, ആത്മാർത്ഥതയെ എനിക്ക് സംശയമുണ്ട്, സത്യം പറയുക. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കങ്ങനെയാണെങ്കിൽ നമുക്കറിയത്തില്ലല്ലോ, നമുക്ക് സംശയിക്കാനേ പറ്റൂ. പക്ഷെ യഥാർത്ഥ നില അറിയുന്നൊരു ദൈവം ഉണ്ടല്ലോ. ആ ദൈവം ഈ കാര്യം അങ്ങോട്ടങ്ങ് പറയും, അങ്ങ് വെളിപ്പെടുത്തും. മോനെ, നീ ഇതൊക്കെ ചെയ്തു, പക്ഷേ ഇതൊന്നും ആത്മാർത്ഥതയിൽ നിന്നായിരുന്നില്ല. അപ്പോൾ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും, കൊടുക്കുന്ന സകല കാര്യങ്ങളും എന്തിൽ അധിഷ്ഠിതമായിട്ട് വേണം? ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം നാം ഇതെല്ലാം ചെയ്യാൻ. അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചന പ്രകാരം നാം നോക്കിയാൽ ഇതെല്ലാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം ചെയ്യാൻ. കർത്താവിനെ വളരെ ആഴത്തിൽ പഠിപ്പിച്ച ഒരു സത്യമാണിത്. ഞാനതുകൊണ്ട് നമ്മുടെ ബൈബിൾ സ്കൂളിൽ എല്ലാ വർഷവും ഒന്നിലധികം പ്രാവശ്യം, എല്ലാ വർഷത്തെയും ആദ്യത്തെ എൻ്റെ ക്ലാസ്, ആദ്യത്തെ 1-2 ക്ലാസ്സുകൾ ഇതുപോലെയുള്ള ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിലായിരിക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് അവസരം കിട്ടിയാൽ പല ക്ലാസ്സുകാരെ ഒരുമിച്ചിരുത്തി ഞാൻ ഈ കാര്യങ്ങൾ പറയാറും ചോദിക്കാറുമുണ്ട്. ഞാൻ അതിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് മെയ്ഡ് യു ടു ബിക്കം എ മിനിസ്റ്റർ ഓഫ് ദ ഗോസ്പൽ? നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ എന്താണ് കാരണം? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ബൈബിൾ സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയ കാര്യം. FTS മണക്കാല. ആദ്യമായിട്ടാണ് ഞാൻ അത്രയും വലിയൊരു ബിൽഡിംഗ് ഒക്കെ കാണുന്നത്. ഒക്കെ കണ്ട് ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടൊക്കെ നിൽക്കുക. ഇത്രയും ആൾക്കാരും. അപ്പം എൻ്റെ പേര് വർഗീസ് ആയതുകൊണ്ട് ആൽഫബറ്റിക് ഓർഡറിൽ ഒടുവിലാ എൻ്റെ പേര് വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ പേരുകാരെയൊക്കെ വിളിച്ചു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പം തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. എന്നാലും ശരി, എല്ലാവരും ഇന്റർവ്യൂവിന് വന്നതായതുകൊണ്ട് പലരും വന്നിട്ട് പറഞ്ഞു, അകത്ത് 10-25 സാറുമാര് വെള്ളയും ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്, കയറുമ്പോഴേ പേടി തോന്നും.
അവരിങ്ങനെ വട്ടത്തിലിരിക്കുക, ഒരു കസേരയുണ്ട്. ഇതൊക്കെ കേട്ടപ്പോഴേ നമുക്ക് പേടിയായി. എന്നിട്ട് പറഞ്ഞു, മിക്ക പേരോടും ചോദിച്ച ഒരു ചോദ്യം, എന്താ കുഞ്ഞെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്? അപ്പൊ ചിലർ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞിട്ട് ഇറങ്ങിയത്. ചിലർ പറഞ്ഞു ജോലിക്കൊക്കെ പോയിട്ട് ഒന്നും ശരിയാകുന്നില്ല, ഇനിയിപ്പം സുവിശേഷ വേലയെ ശരിയാകുമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. അപ്പൊ ഞങ്ങളുടെ ഇടയിൽ, ബാക്കി ഇനി ഇന്റർവ്യൂ ചെയ്യാനുള്ളവരുടെ ഇടയിൽ ഇതായിരുന്നു പ്രധാന വിഷയം. എന്തോ പറയേണ്ടത്? ഈ പുറത്ത് നിൽക്കുന്നവരും പലരും വന്നിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞുകൊണ്ടാ. പലരും പഠിത്തത്തിലും ജോലിയിലും പരാജയപ്പെട്ടതുകൊണ്ട് ഇറങ്ങിയവരാ, അല്ലെങ്കിൽ അസുഖം വന്നതുകൊണ്ട് ഇറങ്ങിയതാ. അപ്പൊ എന്താ പറയുന്നേ? ഇനി ഏതാ ഇതിൽ ശരി? ഒരു പിടുത്തമില്ല. അന്ന് പക്ഷേ ഇത് അങ്ങനൊരു ചിന്തിച്ചെങ്കിലും കർത്താവ് പഠിപ്പിച്ചൊന്നുമില്ലായിരുന്നു ആ വിഷയത്തിൽ. പിന്നീടാ കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനും ബൈബിൾ സ്കൂളുകളിൽ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അന്നേരം, അല്ലെങ്കിൽ അതിനകത്തിൽ ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, എന്താ കുഞ്ഞുങ്ങളെ നിങ്ങളെ സുവിശേഷ വേലയ്ക്കായി പ്രേരിപ്പിച്ചത്? പല ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ കർത്താവ് എന്നെ പഠിപ്പിച്ച, എനിക്ക് തിരുവെഴുത്തിൽ നിന്നും മനസ്സിലാക്കി തന്ന സത്യം എൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിലും സ്നേഹം എന്ന വിഷയമാണ്. ലവ് ടുവേർഡ്സ് ഗാഡ്. സ്തോത്രം. അത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലായാലും, അല്ല സുവിശേഷ വേലക്കാരല്ലാത്ത സാധാരണ ദൈവമക്കൾ, ജോലി ചെയ്യുന്നവർ, യോഗങ്ങളിൽ സംബന്ധിക്കുന്നവർ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവർ, സ്തോത്രകാഴ്ചയും ദശാംശവും കൊടുക്കുന്നവർ, ഇവരെല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നാം ഈ ചെയ്യുന്നതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം ചെയ്യാൻ. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നു. ബൈ അക്നോളജിങ് ഗോഡ്സ് immeasurable, uncountable, inexplorable love towards me. എന്നോടുള്ള ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ്, with an obligation, with an attitude of gratitude, ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട്, അയോഗ്യനായ എന്നെ, പാപിയായ എന്നെ ദൈവം സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴത്തെ തിരിച്ചറിഞ്ഞിട്ട്, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ലവിങ് ഹിം ഇൻ റിട്ടേൺ, സ്നേഹിക്കുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടല്ല ഞാൻ ഈ ചെയ്യുന്നതൊന്നും, ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നതൊന്നും എങ്കിൽ കർത്താവ് അത് വെളിപ്പെടുത്തും. മോനെ, നീ ചെയ്തത് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട്, ഇതൊന്നും ഇവിടെ അപ്രൂവൽ, സ്വീകാര്യത ലഭിക്കുന്നതല്ല. സ്തോത്രം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ പാട്ടുപാടിയാൽ, ഞാൻ വെള്ളയും ഒക്കെ ഇട്ട് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ബൈബിളൊക്കെ പിടിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ, എൻ്റെ ബൈബിൾ വായനയും പഠനവും എൻ്റെ പരസ്യ പ്രവർത്തനങ്ങൾ, പറഞ്ഞല്ലോ ഉപദേശിയുടെ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും എൻ്റെ പരസ്യമായ ഭക്തിപ്രകടനങ്ങൾ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞും തിരിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രതിഫലവും അതിന് ലഭിക്കില്ല. സ്തോത്രം. അപ്പം കർത്താവിനോട് നമുക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്നുള്ളത് ഒന്ന് ഇപ്പോൾ തന്നെ വിലയിരുത്തുന്നത് നല്ലതാണ്.
സ്തോത്രം. ഒത്തിരി പേര് പെന്തക്കോസ്തിലേക്ക് വന്നതും പെന്തക്കോസ്തിലായിരിക്കുന്നതുമൊക്കെ വെറും ഒരു സാമൂഹിക അർത്ഥത്തിൽ മാത്രമാണ്. ചിലയിടത്താണെങ്കിൽ അച്ചായൻ വിശ്വാസത്തിൽ പോയി, എന്നാ പിന്നെ ഞാനെന്തിനാ മറ്റിടത്ത് പോന്നേ, ഞാനും അച്ചാൻ പോവാണോ ഞാനും വരുക. ചിലയിടത്ത് നേരെ തിരിച്ചാ, ഓ നീ അവിടെ പോവാന്നെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ശവക്കല്ലറിലും പോയിട്ട് രണ്ടിടത്ത് കിടക്കുന്നത്? രണ്ടിടത്ത് കിടക്കണ്ട, ഒരു കല്ലറയിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള കല്ലറകളിൽ കിടക്കാം. ഞാനും വന്നേക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചിലരാണെങ്കിൽ അപ്പനും അമ്മയും വിശ്വാസത്തിലായതുകൊണ്ട്, എനിക്ക് കർത്താവ് തന്ന മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ സ്നാനപ്പെടരുത്. ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട്, നിങ്ങൾ എൻ്റെ മക്കളായതുകൊണ്ട് സ്നാനപ്പെടരുത്. മൂത്ത മകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 19 മറ്റു വയസ്സാണ് സ്നാനപ്പെട്ടത്. ചർച്ചിലെ തിരുവത്താഴത്തിന്റെ സമയത്താ, പുതുതായിട്ട് ഞാൻ ചെന്ന ചർച്ചില് തിരുവത്താഴത്തിന്റെ സമയത്താണ് അവർക്ക് മനസ്സിലായത്, എന്താ മോൻ തിരുവത്താഴം എടുക്കാഞ്ഞ്? അപ്പൊ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. പാസ്റ്ററുടെ മോനായിട്ട് സ്നാനപ്പെട്ടിട്ടില്ല ഇത്രയും പ്രായമായിട്ടും? എന്താ പാസ്റ്ററുടെ മോൻ സ്നാനപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? എത്ര വയസ്സിൽ സ്നാനപ്പെടണം? ഞാൻ അവരെയും ഇത് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് ഞാനത് സഭയിൽ പരസ്യമായിട്ടും പറഞ്ഞു. ഇനി ഓരോരുത്തരോടായിട്ട് എങ്ങനെയാ മറുപടി പറയുന്നത്? അതുകൊണ്ട് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വ്യക്തിപരമായി തിരുവെഴുത്തിൽ നിന്ന് ബോധ്യപ്പെടാതെയും ദൈവത്തോട് വ്യക്തിപരമായ സ്നേഹം തോന്നാതെയും അരുത്. ആര് ചോദ്യം ചെയ്താലും ഞാൻ മറുപടി കൊടുത്തോളാം. പക്ഷേ ഇന്നതുപോലെയൊക്കെ ചെയ്യേണ്ടതും ജീവിക്കേണ്ടതും അനിവാര്യമാണ്. അത് ഞാൻ അവരെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ആ പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യരുത്. സ്തോത്രം. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചർച്ചിലും ഞാൻ ശുശ്രൂഷിക്കുന്നിടത്തും, ചർച്ചിൽ മാത്രമല്ല പുറത്തെവിടെയെങ്കിലും ശുശ്രൂഷിക്കാൻ പോയാലും നിർബന്ധിച്ച് ആരെക്കൊണ്ടും സ്തോത്രം പറയിപ്പിക്കാത്തത്. അതുകൊണ്ട് പ്രയോജനമില്ല. എനിക്ക് പ്രസംഗിക്കുന്നവർക്ക് ഒരു പ്രചോദനമാകും, അത്രേ ഉള്ളൂ. പ്രസംഗിക്കുന്നവർക്ക് വെറും ഒരു പ്രചോദനം. ഞാൻ എല്ലാ സഭകളിലും, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിലും ശുശ്രൂഷിച്ചിട്ടുള്ളിടത്തും അല്ലാതെ, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയല്ലാതെ അതിഥിയായിട്ട് ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നിടത്തും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ചർച്ചിലെ കുഞ്ഞുങ്ങളൊക്കെ കാണും. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മുടെ കുട്ടികളെ മുമ്പിൽ വന്നിരിക്കും. കുറച്ചങ്ങോട്ട് കഴിയുമ്പം പാട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നവരുടനെ ഈ കുട്ടികളെല്ലാം കൂടെ അങ്ങ് മത്സരിച്ച് കൈയടിക്കുന്നത്. ഞങ്ങളുടെ മക്കൾ ഉൾപ്പെടെ ഉള്ളവരെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവര് കൈയടിച്ച് വേഗത്തിലാകുമ്പോഴേക്കും നമ്മുടെ കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നത് ആത്മാവിലായതാണെന്നാ. വെറുതെ ആത്മാവിലൊന്നും ആയതല്ല, പിള്ളേർ വെറുതെ ഇരുന്ന് തച്ചിന് കൈയടിക്കുന്ന. ഇത് കേട്ട് ആത്മാവിലാകുന്ന കുറച്ച് ആന്റിമാരും സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഈ പിള്ളേരെ അടിച്ച് കൈ വേദനിക്കുമ്പോൾ ഇവര് കയ്യടി നിർത്തും. അപ്പോഴത്തേക്കിനും അവരുടേത് നിൽക്കും. എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ടത്. എന്നിട്ട് ഒരു പറയും, വേണ്ട എൻ്റെ കൈ ചുമന്നടാ, നിന്റെ കൈ ചുമന്നു ഇല്ലടാ. അവൻ കൈ ചുമക്കാത്തവൻ കൈ ചുമക്കാൻ വേണ്ടി പിന്നെ ഇരുന്നടിക്കും. ഇവര് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ
ആത്മപ്രേരണ കൊണ്ടൊന്നുമല്ല, ഒരു രസത്തിന് പിള്ളേർ ചെയ്യുന്നതാ. ഈ പിള്ളേർ സെറ്റായിരിക്കും കൂടുതലും പലയിടത്തും ഡ്രമ്മും മറ്റ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ അവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവര് വേഗം കൂട്ടുമ്പം നമ്മുടെ മമ്മിമാർക്കും ആന്റിമാർക്കും ആത്മാവ് വരുന്നത് കണ്ട് ഇവന്മാരിരുന്ന് ചിരിക്കും. നമ്മുടെ ഇടയിൽ പാട്ട് പാടുന്ന ഏവലും ഞങ്ങളുടെ മൂത്ത മോനും ഒക്കെ ഉൾപ്പെടുന്ന കുട്ടികളെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇപ്പോഴേ ഉമ്മാരൊക്കെ വന്ന് പറയാറുണ്ട്, വർഷങ്ങൾ അന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോഴും നമ്മുടെ ചർച്ചിലെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, കൈയടിച്ചും വെറുതെ മൂപ്പിക്കരുത് കേട്ടോ. ഇവര് കൈയടി സ്പീഡ് കൂട്ടുമ്പോൾ ഞാൻ കണ്ണുറന്ന് നോക്കും. ഞാൻ നോക്കുമ്പോഴത്തേക്കിനെ ഇവർ പിന്നെ താഴും. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം പാട്ടുപാടുകയോ കരയുകയോ കൈയടിക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ കമിഴ്ന്ന് വീഴുകയോ ഉള്ളതൊക്കെ പെറുക്കി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചിലവഴിക്കുകയോ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയോ എന്തും ചെയ്യട്ടെ, അത് നിത്യതയ്ക്ക് മുതൽക്കൂട്ടാണ്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിലയിരുത്തുക, നാം ചെയ്യുന്ന ആത്മീയ കാര്യങ്ങൾ, നാം ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടാണോ, അധിഷ്ഠിതമാണോ? ഒന്ന്, ദൈവം എന്നെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഞാൻ ആഴത്തിൽ തിരിച്ചറിഞ്ഞിട്ടാണോ? രണ്ട്, അത് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നേരത്തെ സമർപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ മർത്തോമക്കാരനായിരിക്കുമ്പോഴേ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം തിരിച്ചറിവോടെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ എന്നെ സമർപ്പിച്ചു. അതിന് കാരണമായി തീർന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം മറ്റാരുമല്ല, കർത്താവ് എൻ്റെ ഉള്ളത്തോട് ചോദിച്ചതാ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, സെക്യുലർ എഡ്യൂക്കേഷൻ. പഠിക്കാൻ മണ്ടനായിരുന്നത് കൊണ്ട് 11th 12th ഞാൻ പോയിട്ടില്ല. എന്നാൽ ഉപജീവന മാർഗം വേണമല്ലോ എന്ന് വിചാരിച്ച് വീട്ടുകാരെന്നെ ഇലക്ട്രീഷ്യന്റെ കോഴ്സ് പഠിക്കാനായിട്ട് വിട്ടു, ITCയിൽ. അവിടെ ചെന്നപ്പോഴാ പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞ് അവിടെയും പഠിക്കണമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചിട്ടുണ്ട്, ഇതും ഇവിടെയും വരേണ്ടതല്ലായിരുന്നു എന്ന്. ഏതായാലും ആ പഠനകാലത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ പോയത് കൊണ്ട് ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടി ഞാനായിരുന്നു. അതുകൊണ്ട് പ്രായമുള്ള ചേട്ടന്മാരൊക്കെയാ വേറെ പഠിക്കാനുള്ളത്. അവരൊക്കെ എന്നെ ഒത്തിരി സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതുമൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ മുഴുവനും ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ഏതായാലും അത് നിമിത്തം എൻ്റെ സ്നേഹിതന്മാരോട്, ഞങ്ങൾ 36 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ഞാനീ പറഞ്ഞതുപോലെ ആൽഫബറ്റിക് ഓർഡറിൽ എൻ്റെ പേര് വരുമ്പം ഒടുവിലത്തെ ടേബിളിൽ 6 പേര് വെച്ചാണ് ഒരു ടേബിളിൽ. ഈ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓരോ ടേബിൾ വൈസാണ്. അപ്പം ലാസ്റ്റ് ടേബിളാണ് എൻ്റെ. അതിൽ ഈ ഒടുവിലത്തെ പേരുകാര്, എൻ്റെ തൊട്ടടുത്ത പേരുകാരെല്ലാവരും എന്നെക്കാൾ 4, 5, 6 വയസ്സ് മുതൽ മേപ്പോട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിലൊക്കെ ലഭിക്കുന്ന അവസരങ്ങളിൽ സംസാരിക്കുന്നു. മറ്റൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. സംസാരിക്കുന്നതൊക്കെ ഈ ആത്മീയ വിഷയങ്ങളാണ്. അങ്ങനെ എനിക്ക് അന്നറിയാവുന്നത് പോലെയൊക്കെ ഞാൻ ഈ എൻ്റെ കൂട്ടുകാരോട്
സുവിശേഷം പറയുമായിരുന്നു. എൻ്റെ ടേബിളിലുള്ള ഈ 6 പേരിൽ ഏതാണ്ട് 3 പേര് കടുത്ത RSSകാരാണ്. പക്ഷേ നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് പറയും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവരോട് കർത്താവിനെ കുറിച്ച് പറയുമ്പം ആ RSSകാരിൽ ഒരാൾ, സുഭാഷ് എന്നാണ് പേര്, എന്നോട് പറഞ്ഞു, എടാ വർഗീസേ, ഞങ്ങൾക്കും ഉണ്ടടാ ചർച്ച്, നീ പറയുന്നത് പോലെ, നിങ്ങൾക്കുള്ളതുപോലെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ചർച്ചോ? അതെ, ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ശാഖ എന്ന ശാഖ. ഞങ്ങള് ശാഖയിൽ ചേരുമ്പം ഞങ്ങൾക്ക് ഒരു ഉടമ്പടി ഒപ്പുവെക്കണം. ഭാരതമാതാവിനെ വിദേശ ശക്തികളിൽ നിന്നും എന്തു വില കൊടുത്തും ഞങ്ങൾ രക്ഷിക്കും. അതിന് സ്വന്തം കൈകൊണ്ട് സ്വന്തം അപ്പനെ അമ്മയും കുരുതി കഴിക്കേണ്ടി വന്നാൽ ഞങ്ങളത് ചെയ്യും. അല്ല, സ്വന്തം ജീവനെ തന്നെ ബലി കഴിക്കേണ്ടി വന്നാൽ ഞങ്ങൾ അതിനും തയ്യാറാണ്. അത് ഞങ്ങൾ ആ ഉടമ്പടി ഒപ്പുവെക്കേണ്ടത് സ്വന്തം രക്തം കൊണ്ടാണ്. പ്രായോഗികമായിട്ട് നടക്കുന്നോ എന്നൊന്നും എനിക്കറിയില്ല. അന്ന് അവർ എന്നോട് പറഞ്ഞത്. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ചോദ്യം. മോനെ, ഈ മണ്ണിന്റെ മക്കൾ നശിച്ചു പോകുന്ന മണ്ണിനു വേണ്ടി സ്വന്തം കൈകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ കുരുതി കൊടുക്കാനോ സ്വന്തം ജീവനെ ബലിയർപ്പിക്കുവാനോ പോലും തയ്യാറാണത്രേ. എന്നാൽ എൻ്റെ യൗവനത്തിൽ ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം. അതിനു മുമ്പ് തന്നെ ഞാൻ സുവിശേഷ വേല ചെയ്യണം നോക്കി ആഗ്രഹിച്ച ആളാ. പക്ഷെ പ്രേരക ഘടകമൊന്നുമില്ല. എനിക്കൊരു രസം, എനിക്കൊരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രം. അല്ലാതെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. പക്ഷെ ഈ ഒരു ദിവസം വർക്ക്ഷോപ്പിൽ, ഞങ്ങളുടെ ഇലക്ട്രീഷ്യൻ വർക്ക്ഷോപ്പിൽ, ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ഇല്ലാതിരുന്ന സമയം, ടേബിളിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഈ സംസാരിച്ച സമയം, ഈ എൻ്റെ കൂട്ടുകാർ ഈ ചോദ്യം, ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ചോദിച്ച ചോദ്യം, ഈ മണ്ണിന്റെ മക്കൾ മണ്ണിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ എൻ്റെ യൗവനത്തിൽ ഞാൻ നിനക്കായി മരിച്ചു, പകരം നീ എനിക്ക് എന്ത് ചെയ്തു? എൻ്റെ ഉള്ളം പൊട്ടി. സ്തോത്രം. ഇന്നത്തെ അത്രയൊന്നും ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ല കേട്ടോ. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. 10-16 വയസ്സുള്ള സമയമാണ്. അന്ന് ഞാൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളം നൊന്ത് കർത്താവിനോട് പറഞ്ഞു. അതായിരുന്നു സത്യത്തിൽ സുവിശേഷ വേലയ്ക്കുള്ള എൻ്റെ യഥാർത്ഥ സമർപ്പണം. കർത്താവേ, ഇങ്ങനെ നീ എന്നെ സ്നേഹിച്ചു, ആ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ പക്കൽ വേറെ ഒന്നുമില്ല. എനിക്ക് പകരം തരാനായിട്ടുള്ളതിൻ്റെ പരമാവധി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് തരിക എന്നുള്ളതാ. ഇതാ, ആ സ്നേഹത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്കൊരു യൗവനം ശേഷിക്കുന്നെങ്കിൽ അത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരിക്കും. എനിക്കതുകൊണ്ട് പറയാൻ പറ്റും, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് ആദ്യം ആഗ്രഹിച്ചത് ഒരു ഇൻട്രസ്റ്റ്, ഒരു താല്പര്യം കൊണ്ട് മാത്രമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ സമർപ്പിച്ചിറങ്ങിയത് വേറെ ഒന്നിനും വേണ്ടിയല്ല. പണമുണ്ടാക്കാനല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, വൈറ്റ് കോളർ ജോബ് ആയതുകൊണ്ടല്ല, മറ്റ് യാതൊന്നിനും വേണ്ടിയല്ല. ഈ 2 കാര്യങ്ങളാ. സ്തോത്രം. ഐ ജസ്റ്റ് acknowledge what a love God loved me with.
കർത്താവിനെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം, അത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തുമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജോലി വിട്ട്, പഠിത്തം വിട്ട്, ബൈബിൾ സ്കൂളിൽ പോയി ലോക്കൽ സഭകളുടെ പാസ്റ്റർമാരാകണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നിസ്സാര കാര്യം പോലും, കർത്താവിന് വേണ്ടി ചെയ്യുന്ന നിസ്സാര കാര്യങ്ങൾ പോലും, ഈവൻ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിക്കുന്നത് പോലും, കർത്താവിനോടുള്ള, കർത്താവിൻ്റെ വചനത്തോടുള്ള, കർത്താവിൻ്റെ മക്കളോടുള്ള ഒക്കെ സ്നേഹം നിമിത്തമാണെങ്കിൽ ഈ കൂടി വരുന്നതിന് പ്രയോജനമുണ്ട്. പ്രയോജനം എന്ന് പറഞ്ഞാൽ നിത്യതയിൽ പ്രതിഫലം ലഭിക്കും, അല്ലാതെ ഇവിടുത്തെ പ്രയോജനമല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. നിത്യതയിൽ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ, നിങ്ങൾക്കറിയാം, നിങ്ങളെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല. ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് പോയാൽ എന്താ പോയത് എന്നും പറഞ്ഞ് തിരിച്ചു വിളിക്കാറുമില്ല. ഇതുകൊണ്ട് മാത്രമാ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ഒരാൾ വരുന്നെങ്കിൽ മാത്രം മതി, അല്ലാതെ പ്രയോജനം ഇല്ല. ഇന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ചിലപ്പം ദിവസം 3 നേരം അല്ലെങ്കിൽ 5 നേരം ഒക്കെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹമാണോ അതിൻ്റെ പിൻപിൽ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പണം കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കർത്താവിനോടുള്ള സ്നേഹമാണോ അതിന് പിൻപിൽ? സ്തോത്രം. ദൈവവചനം വായിക്കുന്നതും എല്ലാം ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്ത് ചെയ്യുന്നു? നിർബന്ധിക്കുന്നു, ഞങ്ങളെ നിർബന്ധിക്കുന്നു. സ്തോത്രം. Be moved with the love of God. Let's be constrained with the love of God. Let's be controlled by the love of God. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി, caught by the love of God. സ്തോത്രം. ദൈവസ്നേഹത്തിന്റെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടവരായി, bound with the rope of the love of God. ദൈവസ്നേഹത്തിന്റെ കയറ്, പാശത്താൽ ബന്ധിക്കപ്പെട്ടവരായി നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നെങ്കിൽ അതെല്ലാം കർത്താവ് അന്ന് വെളിപ്പെടുത്തും. സ്തോത്രം. അന്ന് വെളിപ്പെടുത്തും. മനുഷ്യർ ചിലപ്പോൾ പലതും പറയും. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പല മനുഷ്യർക്കും അറിയാമായിരിക്കും. മനുഷ്യർ പലതും പറയും. പക്ഷേ അന്ന് കർത്താവ് വെളിപ്പെടുത്തും, മോനെ നീ, അല്ലെ മോളെ നീ ഇന്നതുപോലെ ചെയ്തത് എന്നോടുള്ള നിന്റെ സ്നേഹത്തിന്റെ ആധിക്യത്താലായിരുന്നു. സ്തോത്രം. കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ട് നമുക്ക് തരുന്ന പ്രതിഫലം ഏറെയാ. സ്തോത്രം. അതുപോലെ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, ആ പ്രവർത്തികൾ പ്രധാനമായും 2 തരത്തിലാണ്. ഒന്ന്, the works we do for the Lord, and another one, do for man.
മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത്. അത് സഭയിലും സഭയ്ക്ക് പുറത്തും, കുടുംബത്തിലും കുടുംബത്തിന് പുറത്തും മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടിയും നാം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിൻ്റെയും പ്രേരക ശക്തി എന്തായിരിക്കണം? സ്നേഹം തന്നെയായിരിക്കണം. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ചെയ്യുവാൻ എന്നൊക്കെ. സ്തോത്രം. അപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമായ സൽപ്രവർത്തികൾ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹായങ്ങൾ, അവിടെയും പേരെടുക്കാൻ വേണ്ടിയോ മറ്റൊന്നിനും വേണ്ടിയാകരുത്. നമ്മളെ മനുഷ്യർ പുകഴ്ത്തിപ്പറയാൻ വേണ്ടിയാകരുത്. സ്തോത്രം. കൊടുത്താൽ കിട്ടും എന്ന് വിചാരിച്ച് കിട്ടാൻ വേണ്ടിയാകരുത്. പകരം സഹജീവികളോടുള്ള സ്നേഹം. പക്ഷെ ആ സ്നേഹത്തിനും അടിസ്ഥാനം ഏത് സ്നേഹമാ? ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. ദൈവത്തോട് നമുക്കുള്ള സ്നേഹമാണ്. ഞാന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരിക്കൽ ഞാൻ ചർച്ചിലും പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഇൻലോസ് ഉണ്ട്. അമ്മാവിയപ്പൻ, അമ്മാവിയമ്മ, അനുജത്തിമാര്, അവരുടെ കുടുംബങ്ങൾ. ഞാൻ അവരെയൊക്കെ സ്നേഹിക്കുന്നത് അവരോടുള്ള സ്നേഹമല്ല. ആത്യന്തികമായി എൻ്റെ ഭാര്യയോടുള്ള സ്നേഹമാണ്. ഞാൻ മറ്റു മനുഷ്യരെ സ്നേഹിക്കുന്നു, പ്രത്യേകിച്ച് വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തിൽ. എൻ്റെ സ്വന്തം കുടുംബത്തെ പോലെ, സഹോദരങ്ങളെ പോലെ. അത് ഈ വ്യക്തികളോടുള്ള സ്നേഹമല്ല, ആത്യന്തികമായും ദൈവത്തോടുള്ള സ്നേഹ. സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ആരെങ്കിലും മനസ്സിലാക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ സ്വന്തമായിട്ടാണ് ഞാൻ കാണുന്നത്, നിങ്ങളെ ഉൾപ്പെടെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയെ. വേണ്ട, നാമുമായിട്ട് പരിചയമില്ലാത്ത മറ്റ് ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരെ ഒരു പ്രത്യേക ഫീലിംഗ്. എൻ്റെ സ്വന്തം അപ്പൻ്റെ മക്കൾ എന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. അവിടെ ഭാഷ, നിറം, സംസ്കാരം, സൗന്ദര്യം ഇതൊന്നും വിഷയമല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ദാവീദ് പറയുന്നത് പോലെ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. സ്തോത്രം. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുക. യഹോവ ഭക്തനാണോ, ആ ഒരൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം മനസ്സിലായല്ലോ. നമ്മുടെ പ്രവർത്തികളെ ദൈവം ന്യായം വിധിക്കുമ്പോൾ, അത് രഹസ്യങ്ങളാകട്ടെ പരസ്യങ്ങളാകട്ടെ, വിധിക്കുമ്പോൾ ഒരു പ്രധാന ഘടകം അവിടെ വിലയിരുത്തപ്പെടുന്നത്, അസസ് ചെയ്യപ്പെടുന്നത്, ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണോ നമ്മൾ ചെയ്തത്. The love
we have for God, for God's people, will be greatly considered and rewarded. ദൈവത്തോടും ദൈവജനത്തോടും ദൈവിക വിഷയങ്ങളോടും ദൈവിക കൽപ്പനകളോടും ഒക്കെ നമുക്ക് ഉള്ള സ്നേഹം വളരെ വലുതായി വിലയിരുത്തപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അതിന് നേരെ വിപരീതമായ ഒരു ഘടകം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇവിടെ സ്നേഹമാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ മറ്റൊരു സംഗതി, ഈവൻ ദ ഹേറ്റ്രഡ് we have or had unto uncleanness, sinfulness, also will be taken into consideration. സ്നേഹത്തെ ദൈവത്തോടും മനുഷ്യനോടുമുള്ളത് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് പോലെ പരിഗണിക്കപ്പെടുന്ന മറ്റൊരു വികാരമായിരിക്കും പാപത്തോട്, അശുദ്ധികളോട് നമുക്കുള്ള വെറുപ്പ്, വിദ്വേഷം. How sinfulness is hated. നാം എമ്മാത്രം പാപത്തെ വെറുക്കുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ധാരാളം പേർക്ക് പാപത്തോട് വെറുപ്പില്ല. അതിനോട് ചേർത്ത് ഞാൻ അങ്ങ് പറയാം, സമയം കൂടെ ലാഭിക്കാൻ. our enmity with the devil. സാത്താനോട് നമുക്ക് തോന്നുന്ന ശത്രുതാ മനോഭാവം. വികാരങ്ങളിൽ ഈ 3 കാര്യങ്ങൾ പ്രധാനമായും കുറിക്കൊള്ളുക. ദൈവത്തോടും മനുഷ്യനോടും ദൈവിക വിഷയങ്ങളോടും വിശുദ്ധിയോടും ഒക്കെയുള്ള സ്നേഹം, പാപത്തോടും അശുദ്ധമായതിനോടും ഉണ്ടായിരിക്കേണ്ട ദ്വേഷം അഥവാ വെറുപ്പ്, സാത്താനോടും സാത്താന്യമായ സകലത്തോടും നമുക്കുണ്ടായിരിക്കേണ്ട ശത്രുതാ മനോഭാവം, വിരോധം. ഈ 3 നമ്മുടെ ന്യായവിധിയിൽ, നമ്മുടെ പ്രതിഫല വിഭജനത്തിൽ വളരെ സ്ഥാനമുണ്ട്. ഇത് 3 വേണ്ടതുപോലെ നമുക്കില്ലെങ്കിൽ, ലെറ്റ് the coming days be the days we cultivate these 3 things very much in our lives, in our ministry. ഇതുവരെ ഈ 3 കാര്യങ്ങൾ നമ്മിൽ വേണ്ടത്ര ഇല്ലെങ്കിൽ നമ്മുടെ ശിഷ്ടായുസ് ഇത് 3 കൃഷി ചെയ്ത് വളർത്തുന്ന നാളുകളായി തീരട്ടെ. Let's cultivate them aggressively in us. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ 3 കാര്യങ്ങളെ നട്ടു വളർത്താൻ, കൃഷി ചെയ്യാം. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നിൽ സ്നേഹം വർദ്ധിപ്പിക്കണേ. കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടായാൽ മതി, ബാക്കിയുള്ളതൊക്കെ സത്യമാ. കർത്താവിനോടുള്ള സ്നേഹം ഉണ്ടായാൽ മതി, ബാക്കി ഈ 3 താനേ ആയിക്കോളും. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യം? ഒന്നുമില്ല.
ഈ സ്നേഹം ഇല്ലാതെയും, ദൈവത്തോട് സ്നേഹം ഇല്ലാതെയും മനുഷ്യനോട് സ്നേഹമില്ലാതെയും ഒക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. പക്ഷേ അതൊന്നും നമുക്ക് പ്രതിഫലം വാങ്ങിത്തരില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് റിവാർഡ്സ് ഉണ്ടാകുകയും ചെയ്യും. പോസിറ്റീവ് റിവാർഡ്സ് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവ് റിവാർഡ്സ്, അതായത് ലാഭം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, നഷ്ടം ഉണ്ടാകുകയും ചെയ്യും. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ, മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിർത്താം. 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം 10 തൊട്ട് 15 വരെയാണ്. എന്നാൽ നമുക്കതിനെ അതിൻ്റെ 14ഉം 15ഉം വാക്യങ്ങൾ വായിക്കാം. 14 and 15. If the work that anyone has built on the foundation survives, he will receive a reward. If anyone's work is burned up, he will suffer loss, though he himself will be saved, but only as through fire. അതാണ് വളരെ ഭീതിതമായ ഒരു സംഗതി. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുന്നെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. ഇന്നലെ നമ്മൾ കണ്ടു, ഇറ്റ് വിൽ ബി എ ഫയറി ടെസ്റ്റ്. ഗാഡ്സ് ഫയർ, God's judgment fire itself will prove the worth of our works. നമ്മുടെ പ്രവൃത്തികളുടെ യോഗ്യത ദൈവത്തിൻ്റെ അഗ്നി തന്നെ വെളിപ്പെടുത്തും. നമ്മുടെ സകല പ്രവൃത്തികളെയും അഗ്നിശോധനയിലൂടെ കടത്തിവിടും. അഗ്നിശോധന. ഈ അഗ്നിശോധന എന്നിവിടെ പറയുന്നതും അക്ഷരീയമാകാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ പരിശോധനയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അനാലജിക്കലി, സാദൃശ്യമായി അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. കാരണം അഗ്നിക്ക് ആരോടും പ്രത്യേക മമതയൊന്നുമില്ല. നമ്മുടെ മമ്മിമാര് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാര് കഴിഞ്ഞ 50 വർഷമായിട്ട്, ഒരു കണക്ക് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ, കഴിഞ്ഞ 50 വർഷമായിട്ട് അടുക്കളയിൽ, നമ്മുടെ കുടുംബത്തിന്റെ അടുക്കളയിൽ പണി ചെയ്യുന്നവരാ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാർ. അത് ഭാര്യയോ അമ്മയോ പെങ്ങളോ ആരും ആകട്ടെ. 50 വർഷമായിട്ട് അടുത്ത് ഇടപഴകുന്ന അഗ്നിക്ക്, തീയ്ക്ക്, സ്വന്തം അടുപ്പിലെ തീയ്ക്ക് ഈ വീട്ടമ്മയോട് എന്തെങ്കിലും പ്രത്യേക മമത ഉണ്ടാകുമോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ അഗ്നിശോധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായും മുഖപക്ഷമില്ലാതെ, ആരുടെയും പക്ഷം പിടിക്കാതെ, ആരോടും പ്രത്യേക മമത, ഫേവറൈറ്റിസം ഒന്നും കാണിക്കാതെ നടത്തപ്പെടുന്ന ഒരു അസസ്മെന്റ്, ഒരു വിലയിരുത്തൽ. അത് ദൈവം തന്നെയാ ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് അഗ്നിയൊന്നുമില്ല. അക്ഷരീയമായ തീയിൽ കൂടെ ഒന്നും നമ്മളെ ആരെയും കടത്തിവിടത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച ഒരു രൂപകമെന്നേ ഉള്ളൂ, അഗ്നിശോധന. അപ്പം അതിലൂടെ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തികളുമായിട്ട് ഇറങ്ങിപ്പോ. നമുക്ക് അങ്ങനെ തന്നെ ഭാവന കാണാം. ദൈവത്തിൻ്റെ ദാക്ഷിണ്യമില്ലാത്ത അഗ്നി ഇങ്ങനെ കത്തുന്നു. ഒരേ ലെവലിലാണ്. ചൂട് കൂടുന്നും കുറയുന്നില്ല. ഒരേ നിലയിൽ അവിടെ തീ, ചൂള കത്തുകയാണ്.
ആ ചൂളയ്ക്കകത്തുകൂടെ ഓരോരുത്തരെയും കടത്തിവിടുന്നു. എന്ന് വെച്ചാൽ വ്യക്തിപരമാണ് ന്യായവിധി, നോട്ട് കോർപ്പറേറ്റ് ജഡ്ജ്മെന്റ്. പേഴ്സണൽ, ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ ന്യായവിധി. ആ വ്യക്തിപരമായ ന്യായവിധി ഓരോരുത്തരെയും ഈ തീയിലൂടെ കടത്തിവിടുന്നു. അവരവർ രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്ത സകല പ്രവൃത്തികളും അവർക്കൊപ്പമുണ്ട്. അവരെ തലയിൽ വെച്ചേക്കുന്നെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പുറത്ത് ഒരു ഭാണ്ഡമായിട്ട് കെട്ടിയിട്ടേക്കുന്നെന്ന് വിചാരിച്ചു, അതുമല്ലെങ്കിൽ ഒരു ട്രാക്ടറിന്റെ ട്രോളിയിലോ ഒരു ട്രക്കിനകത്തോ, ഇനിയല്ല കുറേയേറെ ട്രെയിനിന്റെ ബോഗികൾ വേണമെന്ന് വെച്ചു, അതിനകത്തൊക്കെ കയറ്റിക്കൊണ്ടാണ് ഈ തീയിലൂടെ പോകുന്നതെന്ന് വെച്ചോളൂ. പക്ഷെ ഈ തീക്കകത്തൂടെ സർവൈവ് ചെയ്ത് അപ്പുറത്ത് എത്തുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ്. ദൈവസ്നേഹത്തിൽ സ്വാർത്ഥതകൾ കൂടാതെ മറ്റുള്ളവരുടെ നന്മ ലക്ഷ്യമാക്കി പാപത്തെ വെറുത്ത് പിശാചിനോട് എതിർത്ത് ചെയ്തിട്ടുള്ള നിസ്സാര കാര്യങ്ങൾ പോലും ഈ അഗ്നിശോധനയെ കവിഞ്ഞ് അപ്പുറത്തെത്തും. തീക്കകത്ത് ഇറങ്ങുമ്പോൾ എത്ര ലോഡുണ്ടെന്നുള്ളതല്ല, ഇതിനപ്പുറത്തെത്തുമ്പോൾ എന്തുമാത്രം ശേഷിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇംപെരിഷബിൾ, ഗോൾഡ്, സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ലൈക്ക് വട്സ്. അഗ്നിശോധനയിൽ അത് കുറെ കൂടെ തിളങ്ങും. അങ്ങനെയുള്ളവയ്ക്ക് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് വെന്തുപോകുന്നതൊന്നും, ദൈവത്തിന്റെ പരിശോധനയെ തരണം ചെയ്യാൻ ഒക്കാത്തതൊന്നും നമുക്ക് പ്രതിഫലം വാങ്ങിത്തരുന്നതല്ല. അങ്ങനെയുള്ളതും പലതും ഇവിടെ നമുക്ക് ചെയ്തു കൂട്ടാൻ പറ്റും. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയുള്ളത് ചെയ്തു കൂട്ടാം. പക്ഷേ നിത്യതയ്ക്ക് അതൊന്നും പോരാത്തതാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാൻ, പരിശോധിക്കാനൊക്കെ നമുക്ക് അവസരമുണ്ടെങ്കിൽ സ്തോത്രം, ഈ ലഭിക്കുന്ന അവസരങ്ങളെ നഷ്ടമാക്കാതെ ഈ 3 കാര്യങ്ങളെ നമുക്ക് നമ്മിൽ വളർത്തിയെടുക്കാം. സ്നേഹം, കർത്താവിനോടും വിശുദ്ധന്മാരോടും മനുഷ്യരോടും, പാപത്തോട് വെറുപ്പും, പിശാചിനോട് വൈരാഗ്യവും. അങ്ങനെ നമുക്ക് വിശുദ്ധരായി കർത്താവിൻ്റെ വരവിനും ന്യായവിധിക്കും വേണ്ടി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.